എല്ലാവർക്കും നമസ്കാരം. ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോണത്. എല്ലാവരും വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പലതരം ക്രാഫ്റ്റ് വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. ഇത് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചെറിയ വർക്കാണ്. ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് നാണയങ്ങളാണ്. ഇത് ഒരു 10-200 രൂപയോളം ഉണ്ടാവും. പിന്നെ ഫെവി ബോണ്ട്, പിന്നെ ഫാബ്രിക് പെയിൻറ്റ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രഷ്, പിന്നെ റെഡ് കളർ പെയിൻറ്റ്, പിന്നെ ഇത് മിഷൻ നൂലിൻ്റെ റീൽസാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലാസ്റ്റ് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നാണയമാണ്. അത് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്, അതിപ്പോൾ വേണ്ട. അടുത്തതൊരു പെയിൻ്റാണ്. ആ പെയിൻറ്റ് കുറച്ച് ഉപയോഗിച്ചതാണ് ഞാൻ, എന്നാലും ബാലൻസ് ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു കാർഡ്ബോർഡിൽ നേരത്തെ വെട്ടി വെച്ച ആ കാർഡ്ബോർഡിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കണം. ഇപ്പോൾ തൽക്കാലം സെൻട്രലായിട്ടിപ്പോൾ ഒരു റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അത് മൊത്തത്തിലായിട്ട് അടിച്ചെടുക്കുക. ഇത് കുറച്ച് ഉണങ്ങുന്നൊരു സമയമുണ്ട്. ആ ഉണങ്ങുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റി വെച്ചതിന് ശേഷം മിഷൻ നൂലിൻ്റെ റീലെടുത്തിട്ട് അതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഫാബ്രിക് കളർ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് കളർ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ റീലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക. റീലിനകത്ത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അങ്ങനെ എല്ലാ റീലും കൂടെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച ആ ഒരു കാർഡ്ബോർഡ് എടുത്തു. അതിന് ഫെവി ബോണ്ട് കളർ ഉപയോഗിച്ചിട്ട് പ്ലസ് മോഡലായിട്ടാണ് പശ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് മുകളിൽ നേരെ താഴത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2 സ്ഥലത്തായിട്ട് അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് എന്താവുമെന്ന് വെച്ചാൽ കറക്റ്റ് സ്പേസിൽ ഓരോ റീലും ഒട്ടിച്ചെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പം കൂടുതലായും കുറവായോ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് പറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ പെയിൻറ്റ് ഇളകിപ്പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് തെറ്റിപ്പോവില്ല. അങ്ങനെ ഞാൻ എല്ലാ റീലുകളും ആ കാർഡ്ബോർഡിന് മുകളിലേക്ക് ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുട്ടികളുടെ ഫോട്ടോസ് കട്ട് ചെയ്തെടുത്ത് ഒരു കേക്ക് ബോർഡിൻ്റെ മേലെ കറുത്ത പെയിൻ്റ് അടിച്ച് അതിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് നേരെ ഇതിൻ്റെ മേലേക്കും കൂടെ ആഡ് ചെയ്തു. അതിന് ശേഷം ചെയ്ത വർക്കാണ് കുറച്ച് നാണയങ്ങൾ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാണയങ്ങൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നാണയത്തിൻ്റെ പിന്നിലായിട്ട് പശ തേച്ചിട്ട് നമ്മളിതിൽ ഒട്ടിക്കുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിന് മുൻപ് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കി, എത്രത്തോളം പൈസ അതിൻ്റെ മേലെ ഉണ്ടാവുമെന്ന് അറിയുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് ഒട്ടിച്ചെടുത്തു. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഏകദേശം വേസ്റ്റ് മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്ന ആ നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാണയം ഒട്ടിച്ചതിന് ശേഷം നോക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് അതിനുണ്ടായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.